നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ദശാകാലങ്ങളെ സ്വയം കണക്കാക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ലക്കം നമുക്ക് ദശാകാല ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ജ്യോതിഷപ്രകാരം അവരവരുടെ ജന്മനക്ഷത്രം മുതൽക്ക് 9 നക്ഷത്രങ്ങൾക്ക് ഓരോരോ പേരുകളെ കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ജനിച്ച നക്ഷത്രത്തിന് ജന്മനക്ഷത്രം എന്ന് തന്നെയാണ് പറയുക. അതിൻ്റെ 2ാമത്തെ നാളിന് സമ്പന്ന നക്ഷത്രമായിട്ടും 3ാമത്തെ നാള് വിപൽ നക്ഷത്രമായും 4ാം നാള് ക്ഷേമ നക്ഷത്രമായും 5ാം നാള് പ്രത്യര നക്ഷത്രമെന്നും 6ാം നാള് സാധക നക്ഷത്രം, 7ാം നാൾ വധ നക്ഷത്രം, 8ാം നാൾ മൈത്രി നക്ഷത്രം, 9ാമത്തെ നാൾ പരമൈത്രി നക്ഷത്രം, 10ാമത്തെ നാൾ അനുജന്മ നക്ഷത്രം. അതിനുശേഷം വീണ്ടും മേൽപ്പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുക. ഇതുപോലെ തന്നെയാണ് ദശാക്രമത്തിലും. ആദ്യം ജന്മനക്ഷത്രാധിപൻ്റെ ദശാകാലാണ്, പിന്നെ 2ാമത്തെ നക്ഷത്രമായ സമ്പൻ നക്ഷത്രാധിപൻ്റെ ദശാകാലാണ്, ശേഷം 3ാമത്തെ നക്ഷത്രാധിപനായ വിപൽ നക്ഷത്രാധിപൻ്റെ ദശ എന്നിങ്ങനെയാണ് കണക്കാക്കുക. ഉദാഹരണത്തിന് കാർത്തിക നക്ഷത്രത്തിലാണ് ജനനം എന്ന് കരുതുക. ആദ്യം ജന്മനക്ഷത്രാധിപൻ്റെ ദശയായ സൂര്യൻ്റെ ദശാകാലമായിരിക്കും, പിന്നീട് 2ാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലമായിരിക്കും, പിന്നെ 3ാമത്തെ നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന വിപൽ നക്ഷത്രാധിപൻ്റെ ദശാകാലമായിരിക്കും. ഇങ്ങനെ 9 വിധത്തിൽ മേൽ പറഞ്ഞ പ്രകാരം തന്നെ ദശാകാലങ്ങൾ പറയാറുണ്ട്. ഈ 9 വിധത്തിലുള്ളതായിരിക്കുന്ന ദശാകാലങ്ങൾക്കും ആചാര്യന്മാർ പ്രത്യേകം ഫലം പറഞ്ഞിട്ടുണ്ട്. ജന്മനക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ദശാകാലത്തിൽ അഥവാ ആദ്യത്തെ ദശയിൽ മാതാപിതാക്കൾക്ക് അരിഷ്ടതകളുണ്ടാകും. കുടുംബത്തിൽ അശാന്തിയും ഫലം തന്നെയാണ്. ബാലാരിഷ്ടതാ സമയം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിരിക്കുന്ന വിഷമതകൾ ഈ ജന്മനക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ അഥവാ ഗർഭശിഷ്ട ദശാകാലത്തിൽ വന്നു ചേരും. 2ാമത്തെ ദശയായിരിക്കുന്ന സമ്പന്ന നക്ഷത്രാധിപൻ്റെ ദശയിൽ സമ്പത്തുണ്ടാകും. കുടുംബപരമായിരിക്കുന്ന ശ്രേയസ്, വിദ്യാഭ്യാസപരമായിരിക്കുന്ന ഗുണങ്ങൾ, മനസ്സുഖം എന്നിവയും പ്രതീക്ഷിക്കാം. 3ാമത്തെ ദശയായ വിപൽ നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾ അനുഭവമാകും. ധനനഷ്ടം, സഹോദരന്മാർക്ക് ക്ലേശങ്ങൾ, മരണതുല്യമായിരിക്കുന്ന അനുഭവങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. 4ാമത്തേതായിരിക്കുന്ന ക്ഷേമ നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ തൊഴിൽപരമായിട്ടുള്ള വിജയം, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, കളത്രസൗഖ്യം, സന്താന ഗുണം, ഉയർന്ന സ്ഥാനമാനലബ്ധി, പുതിയ ഗൃഹവാഹന ലാഭം തുടങ്ങിയവ സിദ്ധിക്കും. ഇതുപോലെ തന്നെ ഈ പേര് പോലെ തന്നെയാണ് ക്ഷേമവും ഐശ്വര്യവും തരുന്ന ഒരു സമയമായിട്ട് തന്നെ 4ാമത്തെ ദശയായ ക്ഷേമ നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിനെ കണക്കാക്കാം. 5ാമത്തെ ദശയായിരിക്കുന്ന പ്രത്യര നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ കർമ്മപരമായിട്ടുള്ളതായിരിക്കുന്ന വിഷമത, അതുപോലെ തന്നെ അപവാദ ഭയം, മേലാധികാരികളാലും മറ്റും ക്ലേശങ്ങൾ, മനോഭയം തുടങ്ങിയവയും അനുഭവമാക്കും. 6ാമത്തെ ദശയായിരിക്കുന്ന സാധക നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാം തന്നെ ആനുകൂലത, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്ക് യോഗം, പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം, സജ്ജന ബഹുമാന്യത, ദേഹമനസുഖം എന്നിവ ഫലമാണ്. 7ാമത്തെ അതായത് വധനക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ രോഗങ്ങളാലും മറ്റും പ്രയാസങ്ങൾ അനുഭവമാകും. ശാരീരികവും മാനസികവുമായ വിഷമതകളും വർദ്ധിക്കും. 8ാമത്തെ മൈത്രി നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ ആരോഗ്യം നന്നായിരിക്കും, ബഹുമതികളും തേടി വരുന്നതാണ്. 9ാമത്തെ ദശയായ പരമൈത്രി നക്ഷത്രാധിപൻ്റെ ദശാകാലത്തിൽ സകല ക്ഷേമ ഐശ്വര്യങ്ങളുണ്ടാകും. വിദ്യുള്ള പ്രശംസ, രാജാനുകൂല്യം തുടങ്ങിയവയാണ് ഈ ദശാകാലത്തിൻ്റെ ഫലങ്ങൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇത് കേവലം പൊതുഫലങ്ങളാകുന്നു എന്നതാണ്. ഓരോരുത്തരുടെയും ജാതകപ്രകാരം ഗ്രഹങ്ങളുടെ ബലാബലമനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പൊതുവെ 3ാമത്തെയും 5ാമത്തെയും 7ാമത്തെയും ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതുവരെ നമ്മൾ ദശാഫലങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഇനി അപഹാരങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം. നന്ദി, നമസ്കാരം.